ഇരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം റേഞ്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ മോളെ. അപ്പൊ നമുക്ക് വ്യക്തമായില്ല. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്നറിയാവോ ഇപ്പോ? എന്ത് ഭംഗിയായിരുന്നു. ഞാൻ വിചാരിച്ചേ ഇവിടെ ഇരുന്ന് ഫിലോമിന ചേച്ചി പാട്ട് മാറ്റി ഇട്ടെന്ന് വിചാരിച്ചു റേഡിയോയില്. ആ സത്യമായിട്ടും ഞാൻ വിചാരിച്ച ഒറിജിനൽ ആ ഒരു പാട്ട് ഞാൻ ഇവിടെ കേക്ക് കാണുന്ന എനിക്ക് തോന്നിപ്പോയി. അത്ര മനോഹര. ആ ഹമ്മിങ്ങൊക്കെ എന്ത് രസമായിരുന്നു അറിയോ കേൾക്കാൻ. പക്ഷെ എനിക്കിത് വ്യക്തമായില്ല. എന്നെ പോലെ ശ്രോതാക്കൾക്കും വ്യക്തമായില്ല. ഇടയ്ക്ക് ഞാനൊന്ന് ഇടപെടാൻ പോലും എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാതായിപ്പോയി. കാരണം മോളെ മോളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ പാടുന്ന ആ ഫ്ലോ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അപ്പൊ അതും എനിക്ക് പറ്റാതെ ഞാൻ ഇങ്ങനെ അയ്യോ എന്ത് ചെയ്യുന്നറിയാൻ പെട്ടിരിക്കുമായിരുന്നു. പക്ഷെ അത്ര ഭംഗിയായിട്ട് മോള് പാടുന്നു കേട്ടോ. വളരെ മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? എത്ര നാളായി പഠിക്കുന്നു തുടങ്ങിയിട്ട്? 2 വർഷമായുള്ളൂ. ഓ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ഇതാണ് ശരിക്കും ദൈവം അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന സംഗീതം എന്ന് പറയുന്നത്. മോൾക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. മോളൊരു ദിവസം ക്ലാസ് ഇല്ലാത്തൊരു ദിവസം, അതായത് ഫ്രീ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ദിവസം, അതിന് മുമ്പ് തന്നെ നമ്മുടെ റേഡിയോ ബെൻസിലേക്ക് ഒരു ദിവസം വിളിക്കണം. എന്നിട്ട് നമ്മുടെ പരിപാടിയുണ്ട്, നാട്ടിലെ പാട്ടുകാർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് കേട്ടോ. ഈ പരിപാടിയിൽ മോൾ ഒരു ദിവസം പാടാൻ വരണം. വരുമോ? മോൾ ഉറപ്പായിട്ട് വരണം കേട്ടോ. പക്ഷെ അതിന് മുമ്പ് റേഡിയോയിലേക്ക് വിളിച്ച് മോൾ ആ സമയം ഒന്ന്, ഏത് സമയമാണെന്ന് സ്റ്റുഡിയോയുടെ സമയം ഒന്ന് ആദ്യം തന്നെ വിളിച്ചൊന്ന് ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ മോള് സ്കൂളിലൊക്കെ പോകുന്നതല്ലേ, അതുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിപ്പോ. അതുകൊണ്ട് ഏത് സമയമാണെന്നൊക്കെ നേരത്തെ തന്നെ ഒന്ന് വിളിച്ച് അന്വേഷിച്ച ശേഷം മോൾക്ക് പറ്റുന്ന ഒരു സമയവും റേഡിയോക്ക് പറ്റുന്ന ഒരു സമയമായിട്ട് നോക്കി ഒരു ദിവസം വന്ന് ഒരു 2-3 പാട്ട് ഇങ്ങ് പാടണം കേട്ടോ. അതിൽ ഈ പാട്ട് ഏറ്റവും പ്രധാനമായിട്ട് പാടണം. ഇത് എന്റെ റിക്വസ്റ്റ് ആട്ടോ. പാടുവോ? വരുവോ? ഉറപ്പാണല്ലോ? ഓക്കേടാ, സന്തോഷം കേട്ടോ പാടി തന്നതില്. ഓക്കെ മോളെ, വിളിച്ചിട്ടും സന്തോഷം. അപ്പൊ എന്തായാലും എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കുട്ടികൾ പാടുന്നത് നോക്കല്ലേ. എന്തായാലും എനിക്ക് സത്യം ഞാനത് വെറുതെ മോളെ പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു പക്ഷെ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും മനസ്സിലാവും അത്ര മനോഹരം. പക്ഷെ ആ പാട്ട് നമുക്ക് വ്യക്തമായില്ല. എനിക്കൊന്ന് മോള് നിന്ന സ്ഥലത്തിന്റെ ഒരു പ്രശ്നമായിരുന്നിരിക്കാം, ഫോണിന്റെ ആ ഒരു റേഞ്ചിന്റെ ഒക്കെ പ്രോബ്ലം വന്നതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ മോളുടെ പാട്ട് ഇനിയും കേൾക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പൊ നല്ലൊരു ഗാനം മോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന മിന്നൽ ഇരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം റേഞ്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ മോളെ. അപ്പൊ നമുക്ക് വ്യക്തമായില്ല. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്നറിയാവോ ഇപ്പോ? എന്ത് ഭംഗിയായിരുന്നു. ഞാൻ വിചാരിച്ചേ ഇവിടെ ഇരുന്ന് ഫിലോമിന ചേച്ചി പാട്ട് മാറ്റി ഇട്ടെന്ന് വിചാരിച്ചു റേഡിയോയില്. ആ സത്യമായിട്ടും ഞാൻ വിചാരിച്ച ഒറിജിനൽ ആ ഒരു പാട്ട് ഞാൻ ഇവിടെ കേക്ക് കാണുന്ന എനിക്ക് തോന്നിപ്പോയി. അത്ര മനോഹര. ആ ഹമ്മിങ്ങൊക്കെ എന്ത് രസമായിരുന്നു അറിയാം.